കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിക്കാനായി ഒരുമിച്ച് ചേരുവാൻ കർത്താവ് ഇടവരുത്തിയല്ലോ. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇത് ഒരു സാങ്കല്പിക കഥയാണ്. കർത്താവ് തൻ്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് ശേഷം താൻ സ്വർഗത്തിൽ ചെന്നപ്പോൾ ദൂതന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്നു. കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്കും പ്രയാസമാണ്. കർത്താവ് മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതുമൊക്കെ ഞങ്ങൾക്ക് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു. അതിനുശേഷം അതിനേക്കാളും ആശ്ചര്യകരമായ ഒരു കാര്യം, കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് താൻ നേടിയെടുത്ത ഈ രക്ഷ ലോകത്തിൽ പ്രസിദ്ധം ചെയ്യാനായിട്ട് കുറേ മനുഷ്യരെ ഏൽപ്പിച്ചിട്ടാണല്ലോ കർത്താവ് പോകുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ചോദിച്ചു, ഈ മനുഷ്യരിത് പറയുന്നില്ലെങ്കിൽ ഒരു ബാക്കപ്പ് പ്രോഗ്രാമായിട്ട് വേറെ വല്ല പരിപാടിയും കർത്താവ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവരെ കർത്താവ് പറഞ്ഞു എന്ന് സങ്കല്പിക്കുന്ന ഒരു പ്രസ്താവന ഇതാണ്: ഞാൻ ഏൽപ്പിച്ച എൻ്റെ ശിഷ്യന്മാർ ഈ വചനം പറയാൻ അവർ മനസ്സ് വയ്ക്കുന്നില്ലെങ്കിൽ വേറെ ഒരു പദ്ധതി അതിനുവേണ്ടി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് കർത്താവ് പറഞ്ഞത് എന്നാണ് കഥയിൽ അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ശരിയാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കം ചെയ്തു, എന്നിട്ട് ഉയർത്തെഴുന്നേറ്റു. അത് നിമിത്തം സർവ്വ മനുഷ്യർക്കും ലഭ്യമായ രക്ഷ സാധ്യമാക്കി. ആ സന്ദേശം അറിയിക്കാനായിട്ട് തന്നെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ പറഞ്ഞില്ലേ എന്തു ചെയ്യും? വേറെ ഒരു പരിപാടി ദൈവം അതിൻ്റെ പ്രചാരണത്തിനായിട്ട് വച്ചിട്ടില്ലല്ലോ എന്നതാണ് അവർ പറഞ്ഞത് എന്ന് ആ കഥ എഴുതിയ ആൾ പറഞ്ഞത്. അത് ഞാനും വീണ്ടും ആവർത്തിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവമക്കളോട് പറഞ്ഞിരിക്കുന്ന അതിപ്രധാനമായ ഉത്തരവാദിത്വമാണ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക. നമ്മെ രക്ഷിച്ച കർത്താവിനെക്കുറിച്ച് സാക്ഷ്യം പറയുക എന്നത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വമാണ്. എന്നാൽ വിശ്വാസികളിൽ ഒരു നല്ല പങ്ക് ഈ ദൗത്യം വലിയ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഈ നാളുകളിൽ ഒരുപക്ഷേ സുവിശേഷ ഘോഷണം അല്ലെങ്കിൽ സുവിശേഷം പറയണം എന്ന നിർബന്ധം പൊതുവെ വിശ്വാസികൾക്ക് ഇല്ല. അത് സങ്കടകരമായ കാര്യമാണ്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ, ദൈവം കർത്താവ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ നാം പറഞ്ഞില്ലെങ്കിൽ ഈ വചനം പറയാനായിട്ട് ആരാണ് വചനം പറയേണ്ടത്? ആരെയാണ് ഈ വചനം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്? എൻ്റെ പ്രാർത്ഥന, നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ കൂടെ യാത്ര ചെയ്യുമ്പോൾ സുവിശേഷം പറയാൻ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ഒരു പ്രത്യേക നിർബന്ധം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും എന്ന കാര്യമാണ്. സുവിശേഷം പറയാനായിട്ട്, സുവിശേഷം വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയാമോ? സുവിശേഷം വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സുവിശേഷം പറയാനുള്ള മനസ്സാണ്. സുവിശേഷം പറയാനുള്ള മനസ്സാണ്. നിങ്ങൾ കല്യാണം കഴിച്ച ഒരാളാണ് എങ്കിൽ, അല്ലേ, കല്യാണം കഴിച്ച ആളാണ് എങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ കല്യാണം കഴിച്ച ആളാണെന്ന് പറയുമോ? എനിക്ക് നാണോ ഇങ്ങനെ പറയുന്നത്, അല്ലേ? അല്ലതേ, അതിനെക്കുറിച്ച് നാണമൊന്നുമില്ല. ഭർത്താക്കന്മാരാണ് എങ്കിൽ ഭാര്യമാരെക്കുറിച്ച് പറയും. ഭാര്യമാരെക്കുറിച്ച് അത് പറയാതെ ഒളിച്ചു വയ്ക്കുന്ന ആളുകളുണ്ടെങ്കിൽ പ്രശ്നമാണ്. നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുക എന്നത് സ്വാഭാവികമാണ്. ജീവിതത്തിലെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുക എന്നത് സ്വാഭാവികമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാൻ സാധിച്ചു, കർത്താവ് നമ്മെ രക്ഷിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷകരമായ കാര്യമാണോ? സന്തോഷമാണെങ്കിൽ അത് നമ്മുടെ സംഭാഷണത്തിലൊക്കെ അതൊരു സന്തോഷത്തിൻ്റെ വാർത്തയായിട്ട് വരണം. അങ്ങനെ വരും എന്ന പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് കർത്താവ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സുവിശേഷം പറയാനുള്ള നമ്മളുടെ ബാധ്യതയെക്കുറിച്ചാണ്. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, കർത്താവായ യേശുക്രിസ്തുവിന്
സാക്ഷ്യം വഹിക്കുവാനുള്ള നമ്മളുടെ ബാധ്യതയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിക്കാം. 1-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. അത് ഇങ്ങനെയാണ്: അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്കുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, ഏറ്റവും വലിയ ഒരു തെളിവ് എന്നത് ആ വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുന്നു എന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് തീരുന്നു. സാക്ഷി പറയണം എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ സാക്ഷികളായി തീരും എന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി നമ്മെ കർത്താവായ യേശുക്രിസ്തുവിന് സാക്ഷികളായി നിൽക്കുവാൻ ശക്തിപ്പെടുത്തുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിന് സാക്ഷികളായി നിൽക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി. അതാണ് വിശ്വാസികളുടെ ആത്മീകം, ഞാൻ ഉൾപ്പെടെ ആത്മീകം എന്നത് പലപ്പോഴും വ്യക്തിപരമായ തലങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്നതാണ്. എനിക്ക് എൻ്റെ പ്രാർത്ഥന കേട്ടു, കർത്താവ് എനിക്ക് ജോലി തന്നു, വളരെ സന്തോഷം. കർത്താവ് പ്രാർത്ഥന കേട്ട് ജോലി തന്നതിൽ വളരെ സന്തോഷം. എനിക്ക് രോഗമായിരുന്നു, കർത്താവ് എനിക്ക് രോഗസൗഖ്യം തന്നു, വളരെ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വീട് തന്നു, എനിക്ക് അനുഗ്രഹങ്ങൾ തന്നു, കാറ് തന്നു, അതിലൊക്കെ സന്തോഷം. എന്നാൽ അത് മാത്രമേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നാം പ്രാപിച്ച അനുഗ്രഹം എന്നത് വ്യക്തിപരമായ നമ്മളുടെ സൗഖ്യത്തിലും ആരോഗ്യത്തിലും മാത്രം പരിമിതപ്പെട്ടതാണോ? കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നതിൻ്റെ ഉദ്ദേശ്യം അതാണോ? ഉദ്ദേശത്തിൽ ഒരു കാര്യം അതുണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ അതിൽ പരിമിതപ്പെടുന്നതാണോ? ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട്, രക്ഷിക്കപ്പെടുവാനുള്ള ഏക മാർഗമായിട്ട്, രക്ഷയ്ക്കുള്ള സന്ദേശം അല്ലെങ്കിൽ രക്ഷയ്ക്കുള്ള ആ ക്രമീകരണം നടപ്പിൽ വരുത്തുവാൻ വന്ന കർത്താവായ യേശുക്രിസ്തു ആ സന്ദേശം നമ്മളെ ഏൽപ്പിച്ചപ്പോൾ എനിക്ക് കാറ് കിട്ടി, വീട് കിട്ടി, സന്തോഷമായി. അങ്ങനെ ഒരു തീരുമാനത്തിൽ നമുക്ക് സന്തോഷിച്ചിരിക്കാനായിട്ട് സാധിക്കില്ല. ഈ സന്ദേശം ലോകത്തിൻ്റെ അറ്റം വരെ എത്തിക്കുക എന്ന ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ദൈവമക്കൾ തയ്യാറാകണം. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ലോക സുവിശേഷവൽക്കരണം എന്നുള്ള ഭാരം അതുള്ള വിശ്വാസികൾ എത്ര പേരുണ്ട്? സുവിശേഷം ലോകത്തിൻ്റെ അറ്റം വരെ എത്തണം. സുവിശേഷത്തിൻ്റെ അറ്റം വരെ എത്തേണ്ട കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് കർത്താവിൻ്റെ സുവിശേഷം ചെല്ലണം എന്ന് ഭാരപ്പെടുന്ന എത്ര വിശ്വാസികളുണ്ട് നമ്മുടെ മധ്യത്തിൽ? അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര ആളുകളുണ്ട്? എൻ്റെ അയൽവാസികൾ സുവിശേഷം അറിയണം, സുവിശേഷം വിശ്വസിക്കണം എന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? ഇന്ത്യ മഹാരാജ്യത്തിൽ, കേരളത്തിൽ, മലപ്പുറത്ത് അങ്ങനെയുള്ള സുവിശേഷം എത്തിയിട്ടില്ലാത്ത ജില്ലകളിൽ സുവിശേഷം എത്തണം എന്നുള്ളതായിരിക്കുന്ന ഭാരം നമുക്കുണ്ടോ? എനിക്കുണ്ടോ? ഈ വാക്യത്തിന് മുൻപ് ഞാൻ നടുങ്ങുന്നു എൻ്റെ പ്രിയമുള്ളവരെ. കർത്താവായ യേശുക്രിസ്തു നമ്മെ പരമേൽപ്പിച്ച സുവിശേഷം അത് നമുക്ക് മാത്രം വ്യക്തിപരമായി ആസ്വദിക്കുവാനും വ്യക്തിപരമായി അഭിവൃദ്ധിപ്പെടുവാനുമുള്ള മാർഗം മാത്രമല്ല, അത് ലോകത്തെ അറിയിക്കുവാൻ
നശിച്ചു പോകുന്ന മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് ആ സന്ദേശം എത്തിക്കുവാനുള്ള ബാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ നാളുകൾ ആ നിലയിലുള്ളതായിരിക്കുന്ന ഉണർവ് നമുക്കുണ്ടാകണം. നമ്മുടെ ദേശത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഭാരം, നമ്മുടെ ബന്ധുക്കളെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഭാരം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഞാൻ എന്നോടും ചോദിക്കാം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ മനുഷ്യർക്ക് നിത്യമായ നാശമാണെന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ മരിച്ചാൽ അവൻ നരകശിക്ഷയ്ക്ക് വിധേയപ്പെടുകയാണ്. അവൻ നിത്യമായി ദൈവത്തിൻ്റെ ക്രോധത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന കാര്യം നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ, സത്യസന്ധമായി വിശ്വസിക്കുന്നുവെങ്കിൽ, നാം പ്രിയപ്പെടുന്നവരോട് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറയാതിരിക്കുമോ? അവരൊക്കെ നരകത്തിൽ പോകട്ടെ എന്ന് വെച്ച് കൈകെട്ടിയിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? നമ്മൾ കർത്താവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ബാധ്യതയുണ്ട്. സത്യസന്ധമായ സുവിശേഷം വിശ്വസിച്ച മനുഷ്യർ, അതിൻ്റെ ആരംഭത്തിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം അവർക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം എത്തിക്കുവാനുള്ള ഭാരം അവരുടെ ഹൃദയത്തിൽ കൊടുത്തു. അതാണ് വിശ്വാസികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനായിട്ട് ദൈവജനം ഉയർത്തെഴുന്നേൽക്കേണ്ടതായിട്ടിരിക്കുന്നു, ഉണർന്ന് എഴുന്നേൽക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മുടെ സഭകളിലൊക്കെ പലയിടത്തും വഴക്കാണ്, പ്രശ്നമാണ്. അതിനെക്കുറിച്ചൊരു സഹോദരൻ പറഞ്ഞു പ്രശ്ന പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സുവിശേഷം പറയുന്നതിനായിട്ട് വെളിയിൽ പോകാൻ മനസ്സ് വെച്ചാൽ അന്യോന്യം വഴക്കട്ടാൻ നേരം കിട്ടൂല. സത്യസന്ധമായ സുവിശേഷം പറയുന്ന ആളുകൾ സഭയിൽ സമാധാനം ഉണ്ടാക്കുന്ന ആളുകൾ തന്നെയാണ്. വഴക്കാളികളെ നിങ്ങൾ നോക്കിക്കോളൂ, അവർ സുവിശേഷം പറയുന്ന മനുഷ്യരല്ല, സുവിശേഷം സത്യസന്ധമായി വിശ്വസിക്കുന്നവരുമല്ല. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണം, സുവിശേഷം പറയണം എന്ന് ഭാരമുള്ളതായിരിക്കുന്ന ആളുകൾ ആത്മീകന്മാരാണ്. ഞാൻ വഴക്കുണ്ടാക്കിയതിന് ശേഷം സുവിശേഷം പറയാൻ പോയാൽ സുവിശേഷം മറ്റുള്ളവർ കേൾക്കുകയില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ദൈവഭയത്തിൽ ഭക്തിയോടും ഭയത്തോടും കൂടെ ജീവിക്കണം എന്നുള്ളതായിരിക്കും നിർബന്ധം എനിക്കുണ്ടാകും. സുവിശേഷം പറയാനായിട്ട് ഞാൻ മനസ്സ് വെച്ചാൽ, ജോലി സ്ഥലത്ത് സുവിശേഷം പറയുന്നതിനെക്കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനാണ് എന്ന കാര്യം ജോലി സ്ഥലത്ത് പറയുന്നതാണോ നല്ലത്, പറയാതിരിക്കുന്നതാണോ നല്ലത്? നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കണമെങ്കിൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ മിണ്ടാതെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ സ്ത്രീകളാന്ന് അവിടെ ജോലി സ്ഥലത്ത് തലേ തുണിയിടണ്ട, എന്നാലും ഇങ്ങനെ ഭർത്താവിനെ കുറിച്ച് കേട്ടിട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ നിന്നാൽ മതി. ആളുകളൊന്നും പറയില്ല. ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുപാടിലുള്ള ആൾക്കാരെല്ലാം എന്നെ നോക്കിയ എന്തെങ്കിലും കാണിച്ചാൽ പറഞ്ഞാൽ എന്താ പറയുക, ആഹാ നീ വലിയ വിശ്വാസിയാണല്ലോ, നീ ഭയങ്കര വിശ്വാസിയാണ്, ഞങ്ങൾക്ക് മതിയായി. എൻ്റെ പൊന്നെ, വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ജീവിക്കുവാനുള്ള ഒരു നിർബന്ധം നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്കുണ്ടാകും. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിങ്ങളൊരു വിശ്വാസി എന്നുള്ള കാര്യം നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ പറയണം, നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയണം, നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളോടൊക്കെ പറയണം ഞാൻ വിശ്വാസിയാണെന്ന്. ഒരു വിശ്വാസിയായി ജീവിക്കാനായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ നിങ്ങളെ നിർബന്ധിക്കും. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് തെറ്റായിട്ട് പറഞ്ഞാൽ പറയും, നിങ്ങൾ വിശ്വാസിയല്ലേ, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ഒരു സുഹൃത്ത്, ഞാനത് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഒന്നുകൂടെ പറയുക, മുരളി, നമ്മുടെ ശ്രീലങ്കയിലെ മുരളിയാണ്. അപ്പോൾ അദ്ദേഹം വിശ്വാസിയായ കാലമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം വീട്ടിൽ നിന്ന് അകന്ന് താമസിക്കുകയാണ്. കൂടെ താമസിക്കുന്ന ആളിനോട് പറഞ്ഞു ഞാനൊരു വിശ്വാസിയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം ഞായറാഴ്ച വന്നപ്പോൾ മറ്റേ താമസിക്കുന്ന ആളൊരു ഹിന്ദുവാണ്. അപ്പം ഞായറാഴ്ച ആയപ്പം മുരളിയോട് ചോദിക്കുക, നിങ്ങളെ വിശ്വാസികൾക്ക് ഞായറാഴ്ചയായിട്ട് ഒരു പരിപാടി ഇല്ലയോ, നിങ്ങൾ ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ പുള്ളി സഭായോഗത്തിന് പോകാതെ വീട്ടിൽ ഇരിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ സുഹൃത്ത് സമ്മതിക്കുകയില്ല, അയ്യോ നിങ്ങൾ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ആരാധന ഉണ്ടല്ലോ, നിങ്ങൾ പോകേണ്ടത്. പുള്ളി പറഞ്ഞ് ഞാൻ ഏതായാലും ഇറങ്ങി എവിടെ ആരാധന നോക്കി അന്വേഷിച്ച് ആദ്യത്തെ പ്രാവശ്യം ഒന്ന് പോകാൻ പറ്റും, പക്ഷേ ഇവൻ്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടണ്ടേ. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവൻ ചോദിക്കുന്നു, പറഞ്ഞു നിങ്ങൾ ഈ ക്രിസ്ത്യാനികൾ ബൈബിള് വായിക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ എന്ന്, നിങ്ങൾ ബൈബിള് വായിക്കുക പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നൊരു പരിപാടിയില്ലേ?
മുരളി സഹോദരൻ പറഞ്ഞു, ഈ മനുഷ്യൻ എന്നെ സമ്മതിക്കുകയില്ല. ഞാൻ ബൈബിള് വായിക്കണം, പ്രാർത്ഥിക്കണം, സത്യം പറയണം, ആരാധനയ്ക്ക് പോകണം. ഇടയ്ക്ക് ഒക്കെ നിങ്ങൾക്ക് യോഗം ഉണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കും. എന്തൊരു ബുദ്ധിമുട്ടാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വാസികളാണ് എന്ന കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും പ്രസിദ്ധപ്പെടുത്തിയാൽ മറ്റുള്ള ആളുകൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണം കേട്ടോ. നമ്മളെ ഈ ലോകത്തിൽ കർത്താവാക്കിയിരിക്കുന്ന ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കുള്ള മുഖാന്തരമായിട്ടാണ്. ഒരു ചെറിയ ജീവിതം, ഒരു പരിപാടിയുമായിട്ട് നമ്മൾ ഒതുങ്ങിക്കൂടുവാൻ പാടില്ല. ദൈവം നമ്മളെ എവിടെയാക്കിയാലും യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാണ് ഞാൻ എന്നുള്ളതായിരിക്കുന്ന ബോധ്യം നമുക്കുണ്ടാകണം. നിങ്ങളെ ഒരു നേഴ്സാക്കിയെങ്കിൽ നിങ്ങളൊരു യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായിരിക്കുന്ന ഒരു നേഴ്സാണ്. നിങ്ങളൊരാളുടെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ച് അദ്ദേഹത്തിന് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കൊടുക്കും, എൻ്റെ കുഞ്ഞെ നിൻ്റെ മുഖത്ത് എന്താ ഇത്ര ഒരു സന്തോഷം, നിനക്ക് എന്ത് പ്രത്യേകതയാണ്? അയ്യോ, ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരാളാണ്, ഞാൻ കർത്താവിന് വേണ്ടിയാണ് ഈ വേല ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് എത്ര മനോഹരമായിരിക്കുന്ന കാര്യമാണ്. വിശ്വാസികളായിരിക്കുന്ന ഡോക്ടർമാർ അവരെത്ര നല്ല നിലയിൽ ഈ ലോകത്തിൻ്റെ അനുഗ്രഹമായി തീരുവാനായിട്ട് അവർക്ക് സാധിക്കും. പൂർണ്ണസമയ സുവിശേഷകന്മാരെ നമുക്ക് ആവശ്യമാകട്ടോ. എന്നാൽ അതിനൊരു അപകടം ഞാൻ പറയാം. പൂർണ്ണസമയ സുവിശേഷകന്മാരായിട്ട് ചിലരെ നമ്മൾ അങ്ങ് വേർതിരിക്കുക, എന്നിട്ട് അവർക്ക് വല്ലപ്പോഴും ചില കാശുമൊക്കെ കൊടുക്കുക, എന്നിട്ട് വേല എന്ത് ചെയ്യുക, അവരെ പരമേൽപ്പിക്കുക. നമുക്കെന്ത് ചെയ്യാം, നമുക്ക് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാം. അപ്പം നമ്മൾ ദശാംശത്തിൽ ഒരു ഭാഗം അവർക്ക് കൊടുക്കുക, വേല അവരെ ചെയ്തോളുക. പാർട്ട് ടൈം വിശ്വാസികളും ഫുൾ ടൈം വിശ്വാസികളും ഇല്ല കേട്ടോ. നമ്മളെല്ലാവരും ഫുൾ ടൈം വിശ്വാസികളാണ്. നാം എവിടെയായിരുന്നാലും എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ടാണ് ദൈവം നമ്മളെ എവിടെ ആക്കിയിരിക്കുന്നത് എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു. ഇഫ് ഐ എം എ ഡോക്ടർ, ഐ എം എ ക്രിസ്ത്യൻ ഡോക്ടർ. ഇഫ് ഐ എം എ നേഴ്സ്, ഐ എം എ ക്രിസ്ത്യൻ നേഴ്സ്. ഇഫ് ഐ എം എ ടീച്ചർ, ഐ എം എ ക്രിസ്ത്യൻ ടീച്ചർ. ഞാൻ ഒരുപാട് കാലമൊന്നും പഠിപ്പിച്ചിട്ടില്ല, പക്ഷേങ്കിൽ ഒരു 4-5 വർഷം ഞാൻ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ചില പിള്ളേർ പറഞ്ഞു, സാർ ഉപദേശിയാണെന്നോ അതോ സാറ് ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകനാണെന്ന്. ഞാൻ മോഡേൺ ഫിസിക്സ് പഠിപ്പിച്ചപ്പോൾ കർത്താവായ ദൈവത്തെക്കുറിച്ചും ഈ ലോകത്തിൽ യഥാർത്ഥത്തിൽ ദൈവമല്ലാതെ ഒരു സൃഷ്ടിതാവിനെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു. ഒരു അവിശ്വാസിയോടുള്ള പയ്യൻ ചോദിച്ചു, സാറേ ഇത് ഫിസിക്സ് ആണെന്നോ അതോ സൂയിസൈഡ് വന്നു എന്ന്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഒരുപക്ഷെ ഞാൻ പറഞ്ഞ ഇച്ചിരി കൂടി പോയി കാണുമായിരിക്കും കേട്ടോ. എന്നാൽ ഞാൻ പറയുന്നത്, നാം എവിടെയായിരുന്നാലും നാം വിശ്വാസികളാണ്, നാം കർത്താവിൻ്റെ സാക്ഷികളാണ്. അതിനനുസൃതമായ രീതിയിൽ ജീവിക്കുവാനും സാക്ഷ്യം പറയുവാനുമുള്ള ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പ്രധാനമായും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. സുവിശേഷം പറയുവാൻ സാക്ഷികളാകുവാനുള്ള ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത്. സുവിശേഷം പറയാനുള്ളതായിരിക്കുന്ന ശക്തി യഥാർത്ഥത്തിൽ സുവിശേഷം പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ സാക്ഷികളെന്നാണ് കർത്താവ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ സാക്ഷികളാകേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ടാണ് തീരേണ്ടത്. നമ്മളുടെ ലോക്കൽ ചർച്ചിൻ്റെ സാക്ഷ്യം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം വിശ്വാസികൾ ലോക്കൽ ചർച്ചയായിട്ട് കൂടണമെന്നൊക്കെയുള്ള കാര്യം പറയുന്നത് കുഴപ്പമില്ല കേട്ടോ. എന്നാൽ നമ്മുടെ മുഖ്യമായിരിക്കുന്ന ലക്ഷ്യം എന്നുള്ളത് യേശു ക്രിസ്തുവിന് സാക്ഷ്യം പറയുക എന്നതാണ്. യേശു ക്രിസ്തുവിന് സാക്ഷ്യം പറയുക. യേശു ക്രിസ്തുവിന് സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞപ്പോഴേ ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന് പറയുന്ന ആളിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധമായ പ്രസ്താവനയുണ്ട്. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല എന്നാണ് മറ്റ് പലരും അതിനെക്കുറിച്ച് പറയുന്നത്. ഇതാ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, പ്രീച്ച് ദ ഗോസ്പൽ ആൻഡ് യൂസ് വേർഡ്സ് ഇഫ് നെസസറി. നിങ്ങൾ സുവിശേഷം പറയണം, അതിന് വാക്കുകൾ ആവശ്യമാണ് എങ്കിൽ ഉപയോഗിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ജീവിതമാണ് നമ്മുടെ സാക്ഷ്യം എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ ജീവിതമാണ് സാക്ഷ്യം. എന്നാൽ ഞാൻ പറയാം, ജീവിതം സാക്ഷ്യമാണ് എങ്കിലും സാക്ഷ്യം വാക്കുകൾ ഉപയോഗിച്ച് തന്നെ പറയണം. ജീവിതം സാക്ഷ്യമാണ് എന്നുള്ളത് ശരിയാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം നിങ്ങൾക്ക് ജീവിതത്തിലൂടെ മാത്രം അറിയിക്കാൻ പറ്റില്ല. നിങ്ങളുടെ നല്ല ആളായതുകൊണ്ട് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്നുള്ള കാര്യം മറ്റുള്ളവർ മനസ്സിലാക്കാൻ പറ്റില്ല.
അത് നമ്മളുടെ വാക്കുകളിലൂടെ നമ്മൾ പറഞ്ഞെങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് സാക്ഷികളാകുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്താണ് ഈ ലോകത്തിൽ വന്ന് ചെയ്തത്, യേശുക്രിസ്തു ആരാണ്, അത് നിമിത്തം നമുക്ക് എന്ത് പ്രയോജനമാണ് ലഭിക്കുന്നത് എന്ന കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം നമ്മൾ വ്യക്തമായിട്ട് പറയണം. യേശുക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ വന്നു. നമ്മളുടെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായിട്ട് കർത്താവായ യേശുക്രിസ്തു കൊല്ലപ്പെട്ടു. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ പാപങ്ങൾക്ക് മതിയായ പരിഹാരമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറയുന്ന കാര്യം. അതുകൊണ്ട് ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയും എന്ന കാര്യമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വേണ്ടിയുള്ള സാക്ഷ്യമായിട്ട് നമ്മൾ പറയാനായിട്ട് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ സുവിശേഷം നമ്മൾ പറയണം, കർത്താവായ യേശുക്രിസ്തുവിന് നമ്മൾ സാക്ഷ്യം വഹിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ രക്ഷിച്ച് ദൈവമക്കളാക്കിയിരിക്കുന്നത്. ഈ ലോകത്തെ നേടുക, മനുഷ്യരെ രക്ഷയിലേക്ക് നയിക്കുക, സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുക എന്നത് നമ്മളുടെ ഭാരമായിട്ട് തീരണം. വി ഹാവ് ടു ബി ക്രിസ്ത്യൻസ് ഹു ആർ കൺസേൺഡ് അബൌട്ട് ദ ഹോൾ വേൾഡ്. ഞങ്ങൾ അമേരിക്കയിലായിരുന്നപ്പോൾ ചില നല്ല വിശ്വാസികളെ കണ്ടു കേട്ടോ, നല്ല വിശ്വാസികളെ കണ്ടു. അപ്പം അന്ന് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോകാനായിട്ട് മനസ്സാണ്, ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി പോകാനായിട്ട് മനസ്സാണെന്ന് പറഞ്ഞു. വളരെ സമ്പന്നന്മാരായിരിക്കുന്ന ആളുകളൊന്നുമല്ല. സഹോദരൻ പോവുകയാണെങ്കിൽ എൻ്റെ സമ്പാദ്യത്തിലൊരു ചെറിയ ഒരു ഭാഗം ഞാൻ ഈ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട് തരാം, സഹോദരൻ പോകണമെന്ന് പറഞ്ഞ ചില വിശ്വാസികളുണ്ട്. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. ഇന്ത്യയെക്കുറിച്ച് ഭാരമുള്ളതായിരിക്കുന്ന വിശ്വാസികൾ. സിംബാബ്വേയിൽ സുവിശേഷം അറിയിക്കണോ? അറിയിക്കണോ? അഫ്ഗാനിസ്ഥാൻ സുവിശേഷം അറിയിക്കണോ? പാകിസ്ഥാനിലൊക്കെ പോയാൽ പറ്റും, നമ്മുടെ കഴുത്ത് കണ്ടിക്കും കേട്ടോ. പക്ഷെ അവിടെയുള്ള സുവിശേഷം അറിയണ്ടേ? ബാംഗ്ലാദേശ്. ഞങ്ങൾ ഡളസ് സെമിനാരിയിൽ പോകുന്ന കാലത്ത് ജോണി ജോൺസൺ എന്ന് പറഞ്ഞ, ജോണി ജോൺസനെ നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ഞാൻ 1-ാം വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പുതിയ വിദ്യാർത്ഥിയായിട്ടാണ് ജോണി ജോൺസൺ വന്നത്. അപ്പോൾ ഞാനത് ലൈബ്രറി ജോലി ചെയ്യുക. അപ്പോൾ എന്നെ കണ്ടപ്പം ഇദ്ദേഹത്തിന് ഭയങ്കര ആവേശം. അദ്ദേഹം ഓടി എൻ്റെ അടുത്ത് വന്നു. ഉടനെ ഇന്ത്യ എന്നല്ലേന്ന് ചോദിച്ചു. അവിടെ ഞാൻ പറഞ്ഞു ഇന്ത്യ എന്നാണ്. ഞാൻ ബാംഗ്ലാദേശിൽ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് താങ്കളും താങ്കളുടെ ഭാര്യയും, അന്ന് ഞങ്ങൾക്കൊരു ഗ്രേസ് ഉണ്ട്, നിങ്ങൾ ഇന്ന ദിവസം ഞങ്ങളുടെ വീട്ടിൽ വരണം, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, എങ്ങനെയാണ് ബംഗ്ലാദേശിൽ പോകാൻ പറ്റുന്നതെന്നുള്ള കാര്യം എന്നോടൊന്ന് പറഞ്ഞു തരണമെന്ന്. അപ്പം ഞാൻ പോയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നെ ബംഗ്ലാദേശിൽ പോകരുത്, ബംഗ്ലാദേശിൽ പോയാൽ നിന്നെ അവർ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ഡിസ്കറേജ് ചെയ്യുക ചെയ്തത്. അപ്പം അവർക്ക് ബാംഗ്ലാദേശിലെ സുവിശേഷം അറിയണം, ഇന്ത്യയിൽ സുവിശേഷം അറിയണം, ചൈനയിൽ പോകണം എന്നൊക്കെ നിർബന്ധമുള്ളതായിരിക്കുന്ന ദൈവമക്കളുണ്ട്. കേരളത്തിലെ സുവിശേഷം അറിയിക്കാൻ താല്പര്യമുള്ള ദൈവമക്കളുണ്ട് എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോർത്ത് ഇന്ത്യയിൽ ആത്മാർത്ഥതയോടുകൂടെ ദൈവവേല ചെയ്യുന്ന ഒരുപാട് വിശ്വാസികൾ, ഒരുപാട് സുവിശേഷ വേലക്കാർ കേരളത്തിൽ നിന്ന് പോയ ആളുകളുണ്ട്. പലരെയും നമുക്കറിയില്ല കേട്ടോ. കഷ്ടമനുഭവിച്ച് ബുദ്ധിമുട്ടി ജീവിക്കുവാൻ നിർവാഹമില്ലാതെ ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഒരാഗ്രഹം എന്ന് പറയുന്നത്, നമുക്കിവിടുന്ന് യാത്ര ചെയ്ത് ഇങ്ങനെ തമിഴ്നാട്ടിൽ കൂടെ പോയി, ആന്ധ്രാപ്രദേശിൽ കൂടെ പോയി, ഇങ്ങനെ ആരും അറിയാതെ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന സുവിശേഷകന്മാരെയൊക്കെ കണ്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് അവരോടൊരു കൂട്ടായ്മയൊക്കെ ചെയ്ത് പോകണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. എനിക്കതിനുള്ള അവസരം കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. പ്രിയമുള്ളവരെ, മനുഷ്യരെ സ്നേഹിക്കുന്ന, മനുഷ്യരെ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, സുവിശേഷത്തിനു വേണ്ടി സാക്ഷ്യം പറയുവാൻ ധൈര്യമുള്ള, അത് വിശ്വസിക്കുന്ന ദൈവമക്കളായി തീരുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെക്കുറിച്ചും നമ്മുടെ ചെറിയ കുടുംബം, പിള്ളേർ, അവർക്കൊക്കെ പ്രാധാന്യമുണ്ട് കേട്ടോ. അതുമാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് പാടില്ല. നാം പ്രാർത്ഥിക്കണം. ഒരു ദൈവഭക്തനായ മനുഷ്യൻ പറഞ്ഞു, അദ്ദേഹം തൻ്റെ പ്രാർത്ഥനയിൽ 5 ഭൂഖണ്ഡങ്ങൾ സഞ്ചരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. നമ്മളുടെ പ്രാർത്ഥനാ സമയത്ത് ചിലപ്പം
രാജ്യങ്ങളുടെ തന്നെ പേര് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എങ്കിലും രാജ്യങ്ങൾക്ക് വേണ്ടി പേര് പറഞ്ഞു എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട് കേട്ടോ. അതൊരു നല്ല കാര്യമാണ്. അതിലെത്രത്തോളം ആത്മാർത്ഥത കേൾവിക്കാർ കൊടുക്കുന്നു എന്നെനിക്കറിയില്ല. എന്നാൽ ലോകത്തിൽ സുവിശേഷം എത്തണം, ലോകത്തിൽ സുവിശേഷം അറിയിക്കണം എന്നുള്ള നിർബന്ധം ദൈവമക്കൾക്ക് ഉണ്ടാകണം. അങ്ങനെ ഭാരപ്പെട്ടതായിരിക്കുന്ന ഈ ആളുകളാണ് നമ്മളൊക്കെ സുവിശേഷം വിശ്വസിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. എനിക്കറിയാം, നോയൽ സാഹിബിനെ കുറിച്ച് അറിയാം കേട്ടോ. നോയൽ സാഹിബ് വലിയ കാശുകാരനായിരുന്നു കേട്ടോ. ഇംഗ്ലണ്ടിലും അദ്ദേഹം വളരെ നന്നായി ജീവിച്ച ആളാണ്. ലോർഡ് നോയൽ എന്നാണ്. ലോർഡ് അദ്ദേഹത്തിന് അത്രയും കാശുള്ള ആളായിരുന്നു കേട്ടോ. എന്നാൽ അതൊക്കെ വിറ്റ് അതെല്ലാം കളഞ്ഞതിന് ശേഷം കേരളത്തിൽ വന്ന് ഇവിടെ അന്ന് അദ്ദേഹത്തിന് പോകാനായിട്ട് വാഹനങ്ങളൊന്നുമില്ല. ചെരുപ്പ് പോലും ഉപയോഗിക്കാതെ ഈ ഊട് വഴികൾ കൂടെ ഒക്കെ നടന്ന് മലയാളം പഠിച്ച് മനുഷ്യരോട് സുവിശേഷം പറഞ്ഞ് അനേകം ആളുകളെ രക്ഷയിലേക്ക് നയിച്ച ഒരു ദൈവഭക്തനായ മനുഷ്യനാണ് നോയൽ സാഹിബ് എന്ന് പറയുന്നത്. ഒരിക്കൽ അദ്ദേഹം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ വളരെ പാവപ്പെട്ട സഹോദരങ്ങളാണ്. അവർ കപ്പ പുഴുങ്ങി പിന്നീട് അതിൻ്റെ കൂടെ ഈ കാന്താരി ഇങ്ങനെ ഉടച്ച് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സാഹിബ് ചെന്ന് കയറണം. എന്താണെന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, സാഹിബ് കൂടിയ സാധനമാണ്, ഈ കപ്പ എടുത്തൊന്ന് കഴിക്കണം, ഈ കാന്താരി എടുത്തൊന്ന് കഴിക്കണം, അതാണ് അതിൻ്റെ പണിയെന്ന് പറഞ്ഞു. അപ്പം സാഹിബ് സൂചനയില്ലയോ, പുള്ളി ശ്രമിക്കാമെന്ന് പറഞ്ഞു. പുള്ളി ഒരു കപ്പയുടെ കഷ്ണം കഴിച്ചു, പിന്നെ എടുത്തൊരു കാന്താരി കഴിച്ചു. എൻ്റെ പൊന്നെ, പുള്ളി മേളോട്ടും കീഴോട്ടും ചാടി. ജീവിതത്തിൽ ഇത്ര എരി കിട്ടിയിട്ടുണ്ടോ? എന്നിട്ട് ചോദിച്ചു, ഈ വൃക്ഷം എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഈ വൃക്ഷം അപ്പോൾ പറഞ്ഞു, സാഹിബേ ഇതാണ് കാന്താരിയുടെ കൊല്ല, ഇതാണ് ഇരിക്കുന്നത്. പുള്ളി അവിടെ ചെന്നിട്ട് അത് മുഴുവൻ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വൃക്ഷം ഇനി ഈ ലോകത്ത് നിൽക്കാൻ പാടില്ല, ഇത് മനുഷ്യർക്ക് വളരെ ഉപദ്രവം ചെയ്യുന്ന സാധനമാണെന്ന് പറഞ്ഞ് അത് മുഴുവൻ പിടിച്ചു കളഞ്ഞെന്നാണ് പറഞ്ഞത്. എൻ്റെ മുന്നേ മനുഷ്യർ എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാമോ സുവിശേഷം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിച്ചത്. വില്യം കേറി, അദ്ദേഹത്തിന് മക്കൾ 8ഉം 9ഉം വയസ്സുള്ളതായിരിക്കുന്ന മക്കൾ രോഗം പിടിച്ച് മരിച്ച് അവരെ സരാംപൂറിൽ അവരുടെ കല്ലറയുണ്ട് കേട്ടോ. അങ്ങനെയാണ് സുവിശേഷത്തിന് വേണ്ടി ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയത്. അതുകൊണ്ടാണ് മനുഷ്യർ സുവിശേഷം അറിയുവാനിടയായി തീർന്നത്. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ആൾക്കാർ മിഷണറിമാരെയൊക്കെ കുറ്റം പറയും കേട്ടോ. അത് ഇവർ വന്ന് ഇന്ത്യൻ സംസ്കാരത്തിനൊക്കെ വലിയ കുഴപ്പം ചെയ്തു എന്നൊക്കെ അവർ പറയുന്നത്. എന്നാൽ ഒരു പാട്ടുകാരന് പറഞ്ഞതുപോലെ പള്ളിയും പള്ളിക്കൂടവും ഇവിടെയുള്ളതായിരിക്കുന്ന ആളുകൾ അക്ഷരാഭ്യാസം നേടിയത്, ഇവിടെയുള്ളതായിരിക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായത്, താണവർഗക്കാർക്ക് സ്കൂളിൽ പോകുവാൻ സാധിച്ചത്, പാവപ്പെട്ട മിഷണറിമാർ ഇവിടെ വന്ന് പള്ളിക്കൂടം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇവിടെ വിദ്യാഭ്യാസം നടന്നതിൻ്റെ കാരണം അതാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സുവിശേഷത്തെക്കുറിച്ച് ഭാരമുള്ളവരായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ന് പറയുന്ന പ്രയോഗം വളരെ രസകരമായിരിക്കുന്നൊരു പ്രയോഗമാണ്. അതിന് മുന്നേ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇച്ചിരി കട്ടിയായിട്ടുള്ളൊരു പ്രസംഗമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നടത്തിയത്. അപ്പോൾ പറഞ്ഞു, പുതിയ യുഗത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലേക്ക് വരും. ദി ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിശ്വാസികൾക്ക് ദൈവം നൽകുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് പുതിയ നിയമത്തിലെ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന കാര്യമായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ആ കാര്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിലെ ഒരു പ്രസ്താവനയാകട്ടോ. നമ്മളുടെ മേൽ പരിശുദ്ധാത്മാവ് വരിക. അപ്പോൾ ശിംശോൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവന് അവിടെ ഇരുന്ന ഒരു താടിയിൽ, കഴുതയുടെ ഒരു താടിയിലുണ്ടായിരുന്ന കയ്യിലെടുത്ത് അവിടെ ഉണ്ടായിരുന്ന 1000 പെലിസ്തീനെ കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് കൊന്നു എന്നാ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു, പ്രത്യേക പ്രവർത്തനത്തിനായിട്ടുള്ള ശക്തി പകർന്നു എന്ന് പറയുന്ന പഴയ നിയമത്തിലെ പ്രസ്താവന പോലെയുള്ളൊരു പ്രസ്താവനയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ന് പറയുന്ന പ്രസ്താവന. അപ്പോൾ സുവിശേഷം പറയുവാൻ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അതിനുള്ളതായിരിക്കുന്ന ശക്തി പകരുന്ന ആ ഒരു പ്രത്യേക ഊന്നലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവനയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട്
ആ വാക്യം നിങ്ങൾ ശ്രദ്ധയോടെ പരിശോധിക്കുകയാണ് എങ്കിൽ സുവിശേഷത്തിൻ്റെ പ്രൈമറി വിറ്റ്നസ്, അതിൻ്റെ ആദ്യ സാക്ഷികളെന്ന് പറയുന്നത് അപ്പോസ്തലന്മാരാകട്ടോ. ആദ്യ സാക്ഷികളെന്ന് പറയുന്നത് അപ്പോസ്തലന്മാരാണ്. സാക്ഷികളാകുന്നതിൻ്റെ യോഗ്യത എന്താണെന്നറിയാമോ? ഒരാൾ സാക്ഷി പറയാനായിട്ട് ആർഷ സഹോദരി കോടതിയിൽ പോയി സാക്ഷി പറഞ്ഞിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്. സാക്ഷി പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പരിപാടിയിൽ ഈ കാര്യം കണ്ടു, അതിനെക്കുറിച്ച് സത്യസന്ധമായ രീതിയിൽ കണ്ട കാര്യം പറയും എന്നുള്ളതാണ് ഒരു സാക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത. അതാണ്. ആ നിലയിൽ അപ്പോസ്തലന്മാർ സാക്ഷികളാണ്. ഒരു അപ്പോസ്തലനാകുന്നതിന് 12 അപ്പോസ്തലന്മാരുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താ? യോഹന്നാൻ്റെ സ്നാനം തുടങ്ങി കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതുവരെ അവൻ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത ആളുകൾ. അതാണ് അപ്പോസ്തലന്മാർ യോഗ്യത. ഏതാ? അവരെക്കുറിച്ച് എന്താ പറയേണ്ടത്? അവർ ദൃക്സാക്ഷികളാണ്. കർത്താവായ യേശുക്രിസ്തു ചെയ്ത കാര്യം അവർ കണ്ടതാണ്, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ കേട്ടതാണ്. കർത്താവിനെ കൊല ചെയ്തപ്പോൾ അവർ കർത്താവിൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിച്ച ആളുകളാണ്. ശൂന്യമായ കല്ലറ അവർ പോയി കണ്ടതാണ്. പിന്നെ കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവർക്ക് ആണ് പ്രത്യക്ഷപ്പെട്ടത്. ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനം പ്രാപിച്ച കർത്താവിനെ അവർ കണ്ണാൽ കണ്ടതാണ്. അപ്പം അതുകൊണ്ട് അവർ ദൃക്സാക്ഷികളാണ്. അവർ ദൃക്സാക്ഷികളാണ്. ഓട്ടോപ്റ്റായി എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ് അതിനുവേണ്ടി ലൂക്കോസ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, കണ്ടത് ദൃക്സാക്ഷികളായി അതിന് സാക്ഷ്യം വഹിച്ചതായിരിക്കുന്ന ആളുകളാണ് അപ്പോസ്തലന്മാർ. അതുകൊണ്ടാണ് അവർക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങൾ കണ്ട കാര്യങ്ങളാണ്, സത്യമായി തന്നെ അവർക്ക് സാക്ഷ്യം പറയുവാൻ കഴിയുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പ്രാഥമികമായ സാക്ഷ്യം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരാണ്. അവർ പറഞ്ഞ സാക്ഷ്യം കേട്ട് സാക്ഷ്യം പറയുന്നതായിരിക്കുന്ന ആളുകളാണ്. അവർ പറഞ്ഞ കാര്യം കേട്ട് സാക്ഷ്യം പറയുന്നവരാണ്. അവർ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ സാധിക്കും ഇന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ കേട്ടതും കണ്ടതുമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ അവർ രേഖപ്പെടുത്തി ഇന്ന് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്താണ് കണ്ടത്, അവരെന്താണ് കേട്ടത്, കർത്താവായ യേശുക്രിസ്തുവിന് എന്താണ് സംഭവിച്ചത് എന്ന് ദൃക്സാക്ഷികളായ ആളുകൾ പറഞ്ഞ കാര്യം ഇന്ന് നമ്മൾ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജോലി എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും മുഖാന്തരം ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇന്ന് ലോകത്തിലുള്ള മനുഷ്യരോട് അറിയിക്കുക എന്ന ജോലിയാണ് ഇന്ന് നമുക്കുള്ളത്. അവർ ദൃക്സാക്ഷികളായിട്ട് സാക്ഷ്യം പറഞ്ഞു. ദൃക്സാക്ഷികളായിരിക്കുന്ന ആളുകൾ സത്യസന്ധമായ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ സാക്ഷ്യം പറയുന്നു. അവിടെ നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്ന് പറഞ്ഞ വാക്കിനെക്കുറിച്ചും കൂടെ ഞാനൊരു വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ശക്തി ലഭിക്കുക, അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡുനമിസ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ്. അപ്പോൾ അത് പല തലങ്ങളിൽ ഉള്ളതായിരിക്കുന്ന ശക്തിയെ വിശദീകരിക്കുവാൻ പര്യാപ്തമായ ഒരു വാക്കാണ്. അവിടെ ഞാൻ വിചാരിക്കുന്നു സാക്ഷ്യത്തിനുള്ള ഒന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് സാക്ഷ്യം പറയാനുള്ള ധൈര്യമാകും കേട്ടോ. സാക്ഷ്യം പറയാനുള്ള ധൈര്യം. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് അപ്പോസ്തലന്മാർ സാക്ഷ്യം പറഞ്ഞത് ഈ സാക്ഷ്യം സ്വീകരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ മാത്രമല്ല, ഇതിനെ എതിർക്കുന്ന, ഈ സാക്ഷ്യം അസത്യമാണ് എന്ന് തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്ന, അതിന് ബാധ്യതയുള്ളതായിരിക്കുന്ന ആളുകളുടെ നടുവിൽ, ശത്രുക്കളുടെ മുൻപിൽ, അവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ആളുകളുടെ മുൻപിലാണ് അവർ സാക്ഷ്യം പറഞ്ഞത്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിലും സാക്ഷ്യം പറയുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് പലയിടങ്ങളിലും കുറ്റകരമാണ്. ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന മനുഷ്യനെയും, അദ്ദേഹം മിഷണറി ആയിരുന്നു, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും ഒരു വാനിൽ ഇട്ട് തീ വെച്ച് കൊന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ശിക്ഷ വിധിച്ച അവസരത്തിൽ അതിനെക്കുറിച്ച് ഒരു ജഡ്ജി പറഞ്ഞത്, മനുഷ്യനെ മതം മാറ്റുന്ന ഒരു മനുഷ്യനോടാണ് ഇങ്ങനെ ചെയ്തത് എന്നും കൂടെ ഓർക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ അവനെ കൊന്നതിൽ ഒരു ചെറിയ ന്യായീകരണം ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മതം മാറ്റുന്ന ആളുകളാണ് ഇവർ, അവർക്കെതിരായിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത് എന്ന ഒരു കാര്യം ഇതിനകത്തുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നാണെങ്കിൽ കുറച്ചും കൂടെ പച്ചയായിട്ട് ആൾക്കാർ പറയും കേട്ടോ. മതം മാറ്റം മറ്റുള്ളവരെ
അവരുടെ മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ഏറ്റവും കുറ്റകരമാണ് എന്നാണ് ഇന്ന് പൊതുവെ ഇന്ത്യയിൽ വിശ്വസിക്കപ്പെടുന്നത്. ഇതിനേക്കാളും ഒട്ടും കുറഞ്ഞ ഒരാശയമായിരുന്നില്ല കേട്ടോ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ആദ്യമേ സാക്ഷ്യം പറഞ്ഞ കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി നമുക്ക് സുവിശേഷം പറയാൻ വലിയ പ്രയാസമാണ്. പണ്ട് സുവിശേഷം പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ കേരളത്തിലെങ്ങും പറയുന്നില്ല. കാരണം എന്താ? പറഞ്ഞാൽ അടി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. പരസ്യയോഗങ്ങളൊക്കെ പലപ്പോഴും കുറവാണ്. കാര്യം ചോദിച്ചാൽ പരസ്യയോഗങ്ങൾക്ക് പണ്ടുള്ളതുപോലെ ഉള്ളതായിരിക്കും ഒരു സ്വാതന്ത്ര്യമെന്നില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, തീയിൽ കുരുത്തതാണിത്. അതുകൊണ്ട് വെയിലത്ത് വാടാനായിട്ട് പാടില്ല. കൊന്നുകളയുമെന്നല്ല, പറഞ്ഞ ആളുകൾ പലരെയും കൊല ചെയ്തു. ആ നിലയിലാണ് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം ആദ്യ കാലഘട്ടങ്ങളിൽ വിശ്വാസികൾ വഹിച്ചത്. ആ ഒരു സന്ദർഭത്തിലാണ് ഇത്. സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ പ്രമോഷൻ കിട്ടുമെന്ന് പറയുന്ന ഒരു കാലമായിരുന്നില്ല. അങ്ങനൊരു കാലം പിന്നെ വന്നു കേട്ടോ. നമ്മൾ 325 AD 325 കഴിഞ്ഞപ്പോൾ കുസ്തന്തീനോസ് ചക്രവർത്തി ക്രിസ്ത്യാനിയായി കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ പ്രമോഷൻ കിട്ടുന്നൊരു കാലം വന്നു. എന്നാൽ ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ ആളുകൾ തല്ലിക്കൊല്ലുന്ന ആ ഒരു സാഹചര്യത്തിലാണ് സുവിശേഷത്തിൻ്റെ പ്രഘോഷണം ആരംഭത്തിൽ നടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ടാണ് സുവിശേഷം സത്യമാണെന്ന് വിശ്വസിക്കാനുള്ള പ്രധാന കാരണം അതാ. മനുഷ്യർ ജീവൻ കൊടുത്താണിത് പറഞ്ഞത്. മനുഷ്യർ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അതിന് ഭീഷണിയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് സുവിശേഷം പറഞ്ഞത്. അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ അത് പറയണമെങ്കിൽ അത്രമാത്രമുള്ള വിശ്വാസം വേണം, അല്ലേ? സത്യമാണെന്നുള്ളതായിരിക്കുന്ന അത്രത്തോളമുള്ള ബോധ്യമുണ്ടെങ്കിലേ ഭീഷണിയുടെ മുൻപിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലെ സുവിശേഷം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കേരളത്തിൽ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ വിട്ടുകളയണം. നമ്മളെ ഏൽപ്പിച്ച ഈ ദൗത്യം നിർവഹിക്കുവാനുള്ള കരുത്ത്, അതിനുള്ള ധൈര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സുവിശേഷം പറയുവാനുള്ള ധൈര്യം ദൈവം നമ്മളെ ഹൃദയത്തിൽ തരുന്നു. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ശക്തിയാണ്. നിങ്ങൾക്ക് ഭയമാകട്ടോ, എനിക്കും പേടിയാണ്. സുവിശേഷം പറയാനായിട്ട് തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് പേടിയാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത്? അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ വാക്കുകളെ നീ നിയന്ത്രിക്കണം. എനിക്ക് പറയാനുള്ളതായിരിക്കുന്ന കരുത്ത്, അതിനുള്ളതായിരിക്കുന്ന ശക്തി, അതിനുള്ള വാക്കുകൾ നീ എനിക്ക് തരണം എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ശക്തി തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സുവിശേഷം പറയുവാനുള്ള ധൈര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നു. അത് ഈ ശക്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ സാക്ഷ്യം കേട്ടതായിരിക്കുന്ന ആളുകൾ അവരെക്കുറിച്ച് പറഞ്ഞ കാര്യം നമുക്കറിയാമല്ലോ. എന്താ അവർ പറഞ്ഞത്? ഇവർ സാധാരണ മനുഷ്യരാണ് എങ്കിലും അവരുടെ ധൈര്യം കാണുകയാലും പത്രോസ് യോഹന്നാനും ഒക്കെ നിൽക്കുന്ന നിപ്പ് കണ്ടപ്പോൾ ഇവർ പേടിച്ചു പോയി. ഇവരുടെ ധൈര്യം കാണുകയാലും. അപ്പം പത്രോസ് യോഹന്നാനും പറഞ്ഞു കേട്ടോ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ള നിലയിൽ ഞങ്ങളെ ഇങ്ങനെ നോക്കുന്നത് എന്ത്? ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ് ഇതിൻ്റെ പിൻപിൽ ഞങ്ങൾക്ക് ശക്തി പകരുന്നത്, ഈ ധൈര്യം ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ധൈര്യം നമുക്ക് വീണ്ടെടുക്കണം. സുവിശേഷം പറയുവാനുള്ള ധൈര്യം, അതിനായുള്ള ആ മനസ്സ്, അതിനുള്ള തീരുമാനം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കേണ്ടതായിരിക്കുന്ന കാര്യമാണ്. രണ്ടാമത്, ഈ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാം, അത് അവസരങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി ഒരുക്കുന്നു എന്നതാണ്. സുവിശേഷം പറയാനുള്ള അവസരങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. അത് നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും കൊള്ളാം, നിങ്ങൾ മറ്റെവിടെയാണെങ്കിലും നിങ്ങൾക്ക് സുവിശേഷം പറയാനുള്ള താല്പര്യമുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുള്ളതായിരിക്കുന്ന അവസരം തരും. വളരെ തണുപ്പുള്ളതായിരിക്കുന്ന ഒരു സന്ധ്യാസമയത്ത്, അപ്പം അമേരിക്കയിലെ സംഭവമാണിത്. അമേരിക്കയിൽ തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. -20, -25 എന്നൊക്കെ പറയുന്ന തണുപ്പ് സഹിക്കാൻ പറ്റുന്ന തണുപ്പല്ല. അപ്പോൾ എല്ലാ ഞായറാഴ്ച വൈകുന്നേരങ്ങളിലും പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ മകനും കൂടെ ട്രാക്റ്റ് കൊടുക്കാനായിട്ട് പോവുക എന്ന് പറയുന്നൊരു രീതിയുണ്ട്. അപ്പോൾ അന്ന് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, മോനെ, ഇന്ന് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, ഭയങ്കര തണുപ്പാണ്, ആരും നമ്മളെ ഇന്ന് ട്രാക്റ്റ് കൊടുക്കാനായിട്ട് കിട്ടത്തുമില്ല,
മോൻ പറഞ്ഞു, അങ്ങനെ അല്ലല്ലോ ഡാഡി, തണുപ്പൊന്നും പ്രശ്നമല്ല, നമുക്കിന്ന് ട്രാക്ട് കൊടുക്കാനായിട്ട് തന്നെ പോകണമെന്ന് പറഞ്ഞു. പിന്നെ മോൻ്റെ നിർബന്ധമായതുകൊണ്ട് അവനെ നിരുത്സാഹപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ച് ഇവർ പോയി. ഇവർ വീടുകളിൻ്റെ രണ്ട് സൈഡ്, ഇങ്ങനെ റോഡിൽ രണ്ട് സൈഡിൽ വീടുകളാണ്. അതിൽ ഒരു വീട്ടിലെ മകന് ചെന്ന് ബെല്ലടിച്ചു. അപ്പോഴാരും തുറന്നില്ല. എന്നിട്ട് കുറച്ച് നേരം അവനവിടെ നിന്നു. വീണ്ടും ബെല്ലടിച്ചു. എന്നിട്ടും ആരും തുറന്നില്ല. കുറച്ച് നേരം കൂടെ നിന്നിട്ട് വീണ്ടും മൂന്നാമത് ബെല്ലടിച്ചു. ബെല്ലടിച്ചപ്പോൾ ഒരു സ്ത്രീ വന്നു. അപ്പം ഇവനോട് ചോദിച്ചു, നിനക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഞാൻ സുവിശേഷത്തിൻ്റെ ഒരു ട്രാക്റ്റ് തരാനായിട്ട് വന്നതാണ്. ഇത്രയും തണുപ്പുള്ള ദിവസമെന്ന് ചോദിച്ചു. കർത്താവ് എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ട്രാക്റ്റുമായിട്ട് വന്നതാണ്. പിറ്റേ സൺഡേയിൽ ഒരു സ്ത്രീ സഭയിൽ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞാനിന്ന് ജീവനോടിരിക്കാനുള്ള കാരണം കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ഒരു ബാലൻ ഈ സഭയിൽ നിന്നുള്ള ആളാണ് എന്നെനിക്കറിയാം, അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നതുകൊണ്ടാണ്. ജീവിക്കാൻ യാതൊരു നിർവാഹവുമില്ലാതെ ജീവിതം ഒടുക്കിക്കളയാമെന്ന് വിചാരിച്ച് ഞാനൊരു കയറുമൊക്കെ എടുത്ത് എൻ്റെ വീടിൻ്റെ പുറകിലത്തെ മുറിയിൽ അത് അങ്ങനെ കെട്ടി ഒരു ചെയറൊക്കെ എടുത്ത് വെച്ച് അത് തൂങ്ങാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ അവസരത്തിലാണ് ബെല്ലടിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് പയ്യെ ഒന്ന് നടുങ്ങി, ആരെങ്കിലും വന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടാമത് പിന്നെയും ബെല്ല്. അവനങ്ങ് പോകും, ആരാന്തേലും പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു. മൂന്നാമതും ബെല്ലടിച്ചപ്പോഴാണ് ഞാൻ ഇറങ്ങി വന്ന് ആ മകനെ കാണുന്നത്. അവൻ്റെ മുഖത്തെ സന്തോഷവും അവൻ എൻ്റെ കയ്യിൽ തന്ന ആ ട്രാക്റ്റും ജീവിക്കുവാൻ കാരണമുണ്ട് എന്ന് ദൈവം എന്നെ ബോധ്യപ്പെടുത്തി. ദൈവം എന്നോട് സംസാരിച്ചതാണ് എന്ന ഉറപ്പ് എനിക്കുണ്ടായി. എൻ്റെ ജീവിതം രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവം ഉപയോഗിച്ച മുഖാന്തരം അതാണ് എന്ന് പറഞ്ഞത്. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, വി ആർ ലിവിങ് ഇൻ എ വെരി ഡെസ്പറേറ്റ് വേൾഡ്. ജീവിക്കുവാൻ ഒരു നിർവാഹവുമില്ലാതെ, പ്രതീക്ഷയില്ലാതെ, പ്രത്യാശയില്ലാതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ. അവർക്ക് ജീവൻ്റെ സുവിശേഷം, ജീവൻ്റെ വചനം കേൾക്കുവാനുള്ളതായ ആവശ്യമുണ്ട്. നമുക്ക് സുവിശേഷം പറയുവാൻ മനസ്സുണ്ടെങ്കിൽ, അതിനായിട്ട് നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ, ദൈവം ചില ജീവിതങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. സുവിശേഷം കേൾക്കുവാൻ, സുവിശേഷം വിശ്വസിക്കുവാൻ, കർത്താവിനെ അനുഗമിക്കുവാൻ മനസ്സുള്ള ആളുകളെ അവിടെവിടങ്ങളിലായിട്ട് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സുവിശേഷത്തിന് വേണ്ടിയുള്ള അവസരങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അവിടെ സുവിശേഷം പറയാനുള്ള ധൈര്യം തരുന്നു. സുവിശേഷം പറയാനുള്ള വാക്കുകൾ, ഏറ്റവും ഉചിതമായിരിക്കുന്ന വാക്കുകൾ കർത്താവ് തന്നെ നമുക്ക് തരുന്നു. സുവിശേഷം പറയാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് ഒരുക്കി തരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഡുനമിസ് എന്ന് പറയുന്ന വാക്കിൽ സുവിശേഷത്തിന് സാക്ഷ്യം പറയുന്ന അത്ഭുതകരമായ ദൈവത്തിൻ്റെ ശക്തിയുടെ വെളിപ്പാടെന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഡുനമിസ് ഈസ് ആക്ച്വലി ദി മൈറ്റി വർക്ക് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ ശക്തി എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ഡിമെൻഷൻ അതിലുണ്ട്. അപ്പോൾ കർത്താവിന് ഹിതകരമാണ് എങ്കിൽ, 1-ാം നൂറ്റാണ്ടിലെ അപ്പസ്തലന്മാരുടെ കാലത്ത് അത് സുവിശേഷ പ്രഘോഷണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു കേട്ടോ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും സുവിശേഷത്തിന് ദൈവം സാക്ഷ്യം നിന്നു എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് വളരെ പരിചിതമായിരിക്കുന്ന വാക്കാണ്. സുവിശേഷം സത്യമാണ്. ഇവരെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ ദൈവം നിയോഗിച്ച വ്യക്തികളാണ്. ഇവർ പറയുന്നത് വിശ്വസനീയമാണ് എന്ന് തെളിയിക്കാനായിട്ട് അതിനോട് ചേർന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും കർത്താവ് ചെയ്തതായിട്ട് നമ്മൾ
കാണുന്നുണ്ട്. അപ്പസ്തോലിക കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ ഈ കാലത്ത് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പസ്തോലിക കാലത്ത് ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം ഇന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ദൈവം സാക്ഷി നിന്ന് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ കർത്താവ് ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യമില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ചരിത്രത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ കാര്യമാണ് എന്ന് തെളിയിക്കുവാൻ കഴിയുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതങ്ങളെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. എന്നാലും ഞാൻ പറയാം, നാം പ്രതീക്ഷിക്കുന്നില്ല അപ്പുറത്തായിട്ട് ദൈവം പല കാര്യങ്ങളും ഇന്നും വർത്തമാനകാലത്ത് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ വിശ്വാസികൾ അല്ലെങ്കിൽ പുതിയ വേലസ്ഥലങ്ങളിലൊക്കെ ഈ പ്രവർത്തകരെ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്നത് ദൈവമക്കൾ എന്നോട് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ഷെറിനോട് സംസാരിച്ചു. അദ്ദേഹം മധ്യപ്രദേശിൽ പ്രവർത്തിക്കുന്ന സഹോദരനാണല്ലോ. പുള്ളി പറഞ്ഞു, അങ്ങനെ ദൈവം വലിയ അത്ഭുതവും ഒന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ച ആളല്ല, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ബലഹീനരായിരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം കരുണ ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് ഞാൻ സാക്ഷ്യം വളരെ ധൈര്യമായിട്ട് നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞു. വളരെ ബലഹീനരായിരിക്കുന്ന മനുഷ്യർക്ക് ദൈവം പ്രവർത്തിക്കാതെ രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്ന ജീവിത സാഹചര്യങ്ങളുടെ മുൻപിൽ ദൈവം അവരോട് കരുണ ചെയ്യുന്നു, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തൻ്റെ അനുഭവമാണ് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. നേപ്പാളിൽ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ അവർ സഹോദരന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ അത്രയൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. കാര്യം കർത്താവ് പറഞ്ഞതുപോലെ ഈ അത്ഭുതങ്ങളെല്ലാം എത്രത്തോളം നടന്നതാണ് ഇവിടെ. ഇനിയും ഒന്നും കൂടി അത്ഭുതം ചെയ്ത് വിശ്വസിക്കണമെന്നുള്ളതായിരിക്കുന്ന സ്ഥിതിയൊന്നും കേരളത്തിലില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ദൈവം പലതും ചെയ്യാനായിട്ട് ദൈവം തീരുമാനിക്കുകയാണ് എങ്കിൽ നിശ്ചയമായിട്ടും ദൈവം അത് ചെയ്യട്ടെ. അതിനുള്ള മുഖാന്തരമായിട്ട് നമ്മളെ ദൈവം ഉപയോഗിക്കട്ടെ. അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മനുഷ്യരുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവം ഒരുപക്ഷേ നാം പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം ആ കാര്യങ്ങളിലൊക്കെ കരുണ കാണിക്കാനായിട്ട് മനസ്സുള്ളവനാണ് എന്ന കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സാക്ഷികളാകുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ യെരുശലേമിലും യഹൂദയിലെ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു കോൺസെൻട്രിക് അല്ലല്ലേ, എവർ എക്സ്പാൻഡിങ് സർക്കിൾ. വേല ആരംഭിക്കുന്നത് യെരുശലേമിലാണ്. കാരണം അവിടെയാണ് നമ്മളുടെ കർത്താവ് കൊല്ലപ്പെട്ടത്, അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്, അവിടെ തന്നെയാണ് സുവിശേഷം പറയാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പസ്തലന്മാർ യെരുശലേമിൽ പറഞ്ഞു. യെരുശലേമിൽ നിന്ന് ഇവരെ പറഞ്ഞു വിടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. യെരുശലേമിൽ ഏകദേശം ഒരു 10 വർഷം അവർ യെരുശലേമിൽ തന്നെ ഇരുന്നു കേട്ടോ. പിന്നീട് സ്തേഫാനോസ് രക്തസാക്ഷിയായി തീരുകയും അവിടെ യെരുശലേമിൽ വലിയ പീഡയുണ്ടാകുകയും ചെയ്തപ്പോഴാണ് വിശ്വാസികൾ ചിതറിപ്പോയത്. ആ അവസരത്തിലാണ് മറ്റിടങ്ങളിലേക്ക് പോകാനായിട്ട് അവർ മനസ്സ് വെച്ചത്. അതിനുശേഷം ചിലർ അന്ത്യോക്യയിൽ ചെന്നു. പിന്നെ അവിടെ നിന്നാണ് അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും ലോകത്തിൻ്റെ അറ്റത്തേക്ക് സുവിശേഷ വേലയ്ക്കായിട്ട് അവർ പറഞ്ഞു വിടുന്നത്. ഈ കാര്യം ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം. സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത് യെരുശലേമിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന ഇടത്താണ്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സുവിശേഷം പറയാൻ മനസ്സില്ലാത്ത ആളുകൾ ആഫ്രിക്കയിൽ പോയി സുവിശേഷം പറയുമെന്ന് പ്രതീക്ഷിക്കണം കേട്ടോ. വേണ്ട, ഞാൻ എൻ്റെ സഹപാഠികളോടും അതുപോലെ തന്നെ അയൽക്കാരോടും ഒന്നും സുവിശേഷം പറയില്ല. സുവിശേഷം പറയുന്നത് എവിടെയാണെന്ന് അറിയാമോ? എന്നെ അന്ത്യോക്യയിലേക്ക് വിടുകയാണെങ്കിൽ ഞാനവിടെ പോയിട്ട് സുവിശേഷം പറയാൻ പോണില്ല. If you are not a missionary here, you are not going to be a missionary anywhere. സുവിശേഷം പറയുവാൻ മനസ്സില്ലാത്ത നിങ്ങൾ എവിടെ പോയാലും സുവിശേഷം പറയാനായിട്ട് നിങ്ങൾക്ക് മനസ്സുണ്ടാവില്ല. നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ നമ്മുടെ യെരുശലേമിൽ ആരംഭിക്കണം. നമ്മുടെ ബന്ധുക്കളോട്, പ്രിയപ്പെട്ടവരോട്, പരിചയക്കാരോട്, അയൽവാസികളോട് ഒക്കെ സുവിശേഷം പറയുന്ന ഒരു രീതി നമ്മൾ പുനരാരംഭിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു രീതി വേണം. കാണുന്നവരോട് സുവിശേഷം പറയണം, നമ്മുടെ ബന്ധുക്കളോട് പറയണം, നമുക്ക് പരിചയമുള്ളവരോട് പറയണം, നമ്മുടെ സുഹൃത്തുക്കളോട് പറയണം. നമ്മളുടെ യെരുശലേം, അവിടെ നമ്മൾ സുവിശേഷം
പറയണം. തോമസ് ആന്റണി സഹോദരൻ നോക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് 1,47,000 സുഹൃത്തുക്കളുള്ള ആളാണ്. അവരോട് എല്ലാ സുവിശേഷം പറയാനായിട്ട് തോമസ് ആന്റണി സഹോദരൻ ബാത്റൂമിൽ ഞങ്ങളെ കൂടെ വിളിക്കണം, ഞങ്ങൾ വരാം, നമുക്ക് സുവിശേഷം പറയണം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, നമ്മളുടെ ബന്ധുക്കളോട് സുവിശേഷം പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പരിചയക്കാരോട് സുവിശേഷം പറയുന്നതാണ് ഏറ്റവും എളുപ്പം. എസ്പെഷ്യലി തോമസ് ആന്റണി സഹോദരൻ്റെ പരിചയക്കാർ ഞങ്ങളോട് ചെല്ലുമ്പോൾ ചായയും തരും, വടയും തരും, എന്നിട്ട് സുവിശേഷം കേൾക്കും. എൻ്റെ പൊന്നെ, എന്തിനാ ഫ്രണ്ട്ഷിപ്പ് ഇവാഞ്ചലിസം. പരിചയക്കാരായിരിക്കുന്ന ആളുകൾ നമ്മളുടെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കൾ അവിടെ ചെന്ന് കയറിയാൽ നമ്മൾ ഇറക്കി വിടുകയില്ല എന്ന് ഉറപ്പുള്ളതായിരിക്കുന്ന വീടുകൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഇടങ്ങളിൽ സുവിശേഷം പറയാനായിട്ട് നമ്മൾ മനസ്സ് വയ്ക്കണം. നമ്മളുടെ മധ്യത്തിൽ സുവിശേഷവൽക്കരണത്തിനുള്ളൊരു വലിയ താല്പര്യം കർത്താവ് തരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരോട്, ബന്ധുക്കളോട്, അയൽക്കാരോട്, പരിചയക്കാരോട് സുവിശേഷം പറയാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ലായിരിക്കും. നിങ്ങൾക്ക് സുവിശേഷം പറയാനുള്ളതായിരിക്കുന്ന ആ ഒരറിവുണ്ടാകുകയില്ല. പ്രിയമുള്ളവരെ, ഞങ്ങൾ വരാമെന്നേ, ഞങ്ങൾ വരാം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ വരാം. പ്രിൻസ് സഹോദരനുണ്ട്, സോണി സഹോദരനുണ്ട്, തോമസ് ആന്റണി സഹോദരനുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സഹോദരന്മാരുണ്ട്. അവരെ വിളിച്ചവർ വരും. സുവിശേഷം പറയാനായിട്ടുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കണം. അതിനായിട്ട് നിങ്ങൾ ഉത്സാഹിക്കണം, അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ സുവിശേഷം വിശ്വസിക്കുന്നു എന്നുള്ളതിന് തെളിവ്, സുവിശേഷം പറയുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്, സുവിശേഷം മറ്റുള്ളവർ കേൾക്കണം എന്നതായിരിക്കുന്ന താല്പര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് സുവിശേഷം പറയാനായിട്ട് മനസ്സ് വയ്ക്കണം. നമ്മൾ യെരുശലേം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? യഹൂദിലെല്ലായിടത്തും. നമ്മൾ കളമശ്ശേരി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, പിന്നെ അങ്ങോട്ട് പോകാം അല്ലേ. പിന്നീട് യെരുശലേമിൽ, യഹൂദിലെല്ലാം, ശമരിയിലും. ശമരി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേറൊരു കൾച്ചറാണ് കേട്ടോ. സുവിശേഷ പ്രവർത്തനത്തിനുള്ള ബുദ്ധിമുട്ട് വർദ്ധിക്കുന്ന എവിടെയാണെന്നറിയാമോ? നമ്മളെ പരിചയമില്ലാത്ത, നമുക്ക് വ്യത്യസ്തമായിരിക്കുന്നൊരു സംസ്കാരത്തിലേക്ക്, വ്യത്യസ്തമായ ഭാഷയിലേക്കൊക്കെ സുവിശേഷവുമായിട്ട് കടന്നു പോകുക എന്ന് പറയുന്നതാണ് ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന പരിപാടി. ഏതാ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ്, അവർ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പം വെള്ളം ചോദിക്കാൻ അറിയില്ല. ഇങ്ങനെ താഴോട്ട് പോകുന്ന സാധനം അപ്പോൾ അവരെന്തെങ്കിലും പറയൂ, മനസ്സിലായി. അയ്യോ, അവർ പോയി അവിടെ ഭാഷ പഠിച്ച് അതിന് പിന്നെ ഡിക്ഷണറി ഉണ്ടാക്കി, അതിന് വ്യാകരണം ഉണ്ടാക്കി, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഒരാൾ പറഞ്ഞു കേട്ടോ, നമ്മൾ മിഷണറിമാർ പോയി ആൾക്കാരെ അക്ഷരമാല പഠിപ്പിക്കും, വായിക്കാനും എഴുതാനും പഠിപ്പിക്കും, പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്ന് പാംപ്ലെറ്റ് കൊടുത്ത് അതവർ വായിക്കുകയും ചെയ്യുന്നു, പിന്നെ ബാക്കി പ്രവർത്തനങ്ങൾ ചെയ്യില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സുവിശേഷം നിസ്തുല്യമായ ദൈവത്തിൻ്റെ സന്ദേശമാണ്. സ്വർഗത്തിലെ ദൈവം ഒരു മനുഷ്യനായി ലോകത്തിൽ വന്ന് മനുഷ്യനെ രക്ഷിക്കുവാനുള്ള സകല ക്രമീകരണവും തന്നെ മരണപുനരുത്ഥാനങ്ങളാൽ നിർവഹിച്ച് ആ സന്ദേശം സ്വർഗത്തിലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന എല്ലാവർക്കും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായിട്ട് ദൈവത്തിൻ്റെ ശക്തിയാകും. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, കർത്താവിനെക്കുറിച്ച് പറയുവാൻ ഈ നാളുകളിൽ നമ്മൾ മനസ്സ് കാണിക്കണം, ധൈര്യം കാണിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി അപേക്ഷിക്കുകയാണ്. അത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് സുവിശേഷം പറയണം. ഇനിയും പരസ്യയോഗങ്ങൾക്ക് ഫ്രാൻസിസ് സഹോദരൻ വരുമ്പോൾ പരസ്യയോഗത്തിന് ഞാനും ഒന്ന് പോയി പ്രസംഗിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. പുൾപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കാൻ എളുപ്പം കേട്ടോ. നിങ്ങളെല്ലാവരും ചിരിച്ചുകൊണ്ടല്ലേ ഇരിക്കണേ. എന്നാൽ ചില പരസ്യ സ്ഥലങ്ങളിൽ നിന്ന് പോയി പ്രസംഗിക്കണം കേട്ടോ. ആളുകളെ നോക്കണം. അത് അപ്പോഴാണ് അട്ടി വരുന്നത് നമുക്കറിയത്തില്ല. അവിടെ ഞങ്ങളൊരിക്കലും ഇതുപോലെ സൂചന പറയാണ്ട് പോയി. അത്രയും കട്ടിയായിട്ട് പറയണമായിരുന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും ശരി, ആകെപ്പാട് അന്തരീക്ഷം അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ കൈകൊണ്ട് വെട്ടിയാൽ ഇങ്ങനെ മുറിയുന്ന രീതിയിൽ അങ്ങനെ അന്തരീക്ഷം അങ്ങനെ കലുഷിതമായി എന്ന് പറയുമല്ലോ. അപ്പോൾ ഞങ്ങളോട് അടുത്തുനിന്ന് 1-2 കടക്കാർ വന്ന് പറഞ്ഞു, സ്ഥലം കാലിയാക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കാര്യം മോശമാണ് എന്ന് പറഞ്ഞു. അവ പ്രാർത്ഥിച്ച് നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നാണ് ഞാൻ കണ്ണ് തുറന്ന് പ്രാർത്ഥിച്ചെന്ന് പറയുന്നത്. അപ്പോൾ എനിക്കറിയാം, കണ്ണടച്ചാടി കണ്ണ് തുറന്ന് നിന്ന കർത്താവേ, ഞങ്ങൾ സന്താസമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടുത്തെ തലയുരി അടി കിട്ടാൻ രക്ഷപ്പെട്ടു. സുവിശേഷത്തിന് വേണ്ടി ഈ നാളുകൾ നമ്മൾ ധൈര്യം കാണിക്കണം. സുവിശേഷത്തിൻ്റെ ശക്തി
നമ്മളിലൂടെ ദൈവം വെളിപ്പെടുത്തണം. സുവിശേഷത്തിൻ്റെ രൂപാന്തര ശക്തി മനുഷ്യന് മനസ്സിലാക്കണം. മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മൾ കൂടെ മനുഷ്യർ കാണുന്ന ദൈവസ്നേഹം, അതും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണെങ്കിൽ ഒരു പ്രാവശ്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇംഗ്ലണ്ടിൽ അവിടെ ഏത് ആശയവും പറയുന്നതിനുള്ള ഒരു സ്ഥലമുണ്ട്. അതിന് ക്വയറ്റ് കോർണറല്ല, എനിവേ പ്രീച്ചേഴ്സ് കോർണർ അല്ലെന്നോ അതിന് വേറെ എനിവേ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ ഒരു മുസ്ലിം, ഇറാനിൽ നിന്നുള്ള മുസ്ലിം ആകട്ടോ, അവർ ഒരു ചെറുപ്പക്കാരിയാണ്. അവർ ഭയങ്കരമായിട്ട് ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്നയാളാണ്. അപ്പോൾ ഒരു സ്ത്രീയോട് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഇവർ വളരെ കോപിച്ചു. പക്ഷേ ആ സഹോദരി വളരെ സ്നേഹത്തോടു കൂടിയാണ് പ്രതികരിച്ച്. അപ്പോൾ ആ സ്ത്രീയെ പിന്നീട് ജയ്സ്മിത്ത് എന്ന് പറയുന്ന ആളിനോട് ചേർന്ന് നിന്ന് സുവിശേഷം പറഞ്ഞ സമയത്താണ് അവരത് പറഞ്ഞത്. അവർ പറഞ്ഞു, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞു. ആ സ്ത്രീക്ക് എങ്ങനെയാണ് എന്നോട് ഇത്രയും സ്നേഹമായി ഇടപെടാൻ കഴിയുന്നത് എന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞു. പിന്നെ അവസാനം അവർ വിശ്വാസിയായിട്ട് തീർന്നു. നമുക്ക് എൻ്റെ പൊന്നസഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ സുവിശേഷത്തെ പോലെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഉള്ള വേറെ ഒരു മുഖാന്തരവുമില്ല. നാം സുവിശേഷത്തിന് സാക്ഷ്യം പറയുന്നുവെങ്കിൽ ദൈവം സുവിശേഷത്തെ ഉപയോഗിച്ച് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് നമുക്ക് സുവിശേഷം പറയാം. നമ്മളുടെ ഈ ഹോളൊക്കെ നിറഞ്ഞ് കവിയട്ടെ. നമുക്ക് പുതിയ സഭകൾ തുടങ്ങാം. സുവിശേഷം പറയുവാനായിട്ട് നമ്മൾ എല്ലാവരും മനസ്സ് വെച്ചാൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. നമുക്ക് ഭൂമിയുടെ അറ്റം വരെ സുവിശേഷത്തിൻ്റെ ഒരു പങ്ക് വഹിക്കുവാൻ ദൈവം നമുക്ക് അവസരം തരുന്നു. നമുക്കതിന് സാധിക്കും. ദൈവം നമ്മളെ ഉപയോഗിക്കും. ആ നിലയിൽ പ്രവർത്തിക്കുവാൻ സർവ്വശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.